തമിഴ് സിനിമയിലെ സൂപ്രതാരം വിജയൻ്റെ മകൻ ജെയ്സൺ സഞ്ജയ് സിനിമാ രംഗത്തേക്ക് കടന്നു വരികയാണ്. പക്ഷേ അഭിനയത്തിലൂടെയല്ല അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. വിദേശത്തു നിന്നും ഫിലിം മേക്കിംഗ് പഠിച്ചു കഴിഞ്ഞ ജെയ്സൺ സഞ്ജയ് സംവിധാനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അച്ഛൻ വിജയ് സിനിമാ രംഗം വിടാനൊരുങ്ങുമ്പോഴാണ് മകൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രത്തിന് പണം മുടക്കാൻ തെന്നിന്ത്യയിലെ പ്രബല പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക തയ്യാറായത് സിനിമാ ലോകത്ത് വളരെയധികം ചർച്ചയായി കഴിഞ്ഞു. പല സംവിധായകർക്കും തുടക്കകാലത്ത് സഹസംവിധായകരായി ഏറെക്കാലം പ്രവർത്തിക്കുകയും അവസരങ്ങൾക്കായി അലയേണ്ടി വരുന്ന ഈ കാലത്ത് ജെയ്സൺ സഞ്ജയിന് ഇതൊന്നും വേണ്ടി വന്നില്ല. താരപുത്രനായതിൻ്റെ പ്രിവിലേജാണിതെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട്. അതേസമയം പിതാവ് വിജയിൻ്റെ നിഴലിൽ കരിയറിൽ വളരാൻ ജെയ്സൺ ആഗ്രഹിക്കുന്നില്ല. മകൻ്റെ സിനിമാ ചർച്ചകളിലോ മറ്റോ ഒന്നും തന്നെ ഭാഗമല്ല വിജയ് എന്നാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. ഒരുപക്ഷെ വിജയ് രാഷ്ട്രീയത്തിൽ വളരെയധികം തിരക്കായതിനാലാവും മകന് കരിയറിൽ പരസ്യമായ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഒരുപക്ഷെ കുടുംബാധിപത്യം എന്ന ആരോപണം എതിരാളികളിൽ നിന്നും വരാൻ കാരണമായേക്കും എന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് മകൻ്റെ കരിയറിൽ വിജയ് ഇടപെടാത്തത് എന്നും ഒരു വാദമുണ്ട്. എന്നാൽ വിജയും മകനും തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ടെന്ന വാദവും ശക്തമാണ്. കുടുംബവുമായി വിജയ് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി പ്രചരിക്കുന്നുണ്ട്. ജെയ്സൺ സഞ്ജയുടെ സിനിമ പ്രഖ്യാപിച്ചിട്ട് ഏറെക്കാലമായി, എന്നാൽ ഇതുവരെയും ഷൂട്ടിംഗ് പോലും തുടങ്ങിയിട്ടില്ലെന്നാണ് വിവരം. ലൈക്ക പ്രൊഡക്ഷൻസിന് അടുത്ത കാലത്തായി നിർമ്മാണ രംഗത്ത് ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇതാണോ ജെയ്സൻ്റെ സിനിമ വൈകാൻ കാരണമെന്ന് ഒരു ന്യായമായ ചോദ്യവും ഉയരുന്നുണ്ട്. തൻ്റെ ആദ്യ സിനിമ വൈകുന്നതിൽ താരപുത്രന് ഏറെ ആശങ്കകളുണ്ട്. ഈ ഘട്ടത്തിലാണ് നടൻ അജിത്ത് ജെയ്സൺ സഞ്ജയിന് സഹായം വാഗ്ദാനം ചെയ്തത്. പ്രതിസന്ധിയിലായ ജെയ്സൺ അജിത്തിൻ്റെ മാനേജറായ സുരേഷ് ചന്ദ്രയെ ഫോൺ ചെയ്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, വേറെ ഏതെങ്കിലും പ്രൊഡക്ഷൻ കമ്പനിയെ സമീപിച്ചാലോ എന്ന് ചോദിച്ചു. ആ സമയം അജിത്ത് അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ആരാണ് ഫോണിൽ സംസാരിക്കുന്നതെന്ന് അജിത്ത് ചോദിച്ചു. വിജയ് സാറിൻ്റെ മകനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അജിത്ത് പെട്ടെന്ന് ഫോൺ വാങ്ങി ജെയ്സൺ സഞ്ജയോട് സംസാരിച്ചു. താരപുത്രനെ അനുഗ്രഹിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയൂ, ഞാൻ നിനക്ക് വേണ്ടി നല്ല പ്രൊഡക്ഷൻ കമ്പനിയുമായി സംസാരിക്കാം. നീ ധൈര്യമായിരിക്കും. നിനക്ക് എപ്പോൾ ഈ കമ്പനി വേണ്ട എന്ന് തോന്നുന്നുവോ അപ്പോൾ പറയൂ എന്ന് പറഞ്ഞെന്നും പറയപ്പെടുന്നു. അതാണ് അജിത്ത് എന്ന മനുഷ്യൻ. ഒരു മോട്ടോർ സൈക്കിൾ മെക്കാനിക്കിൽ നിന്നും തമിഴ് സിനിമയിലെ തല അജിത്തായി വളർന്ന താരം. ദുബായ് കാർ റേസിംഗിൽ 3ാം സ്ഥാനം കിട്ടിയപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞു, സിനിമ കാണുക, അത് ആസ്വദിക്കുക, അത് കഴിഞ്ഞ് അജിത്ത് വിജയ് എന്നൊക്കെ പറഞ്ഞ് സമയം കളയാതെ സ്വന്തം ജീവിതം കളയരുത്. താരങ്ങളോടുള്ള ആരാധനയേക്കാൾ വലുത് സ്വന്തം ജീവിതമാണ്. എൻ്റെ ആരാധകർ നല്ല രീതിയിൽ ജീവിക്കണം എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തമിഴ്നാട് സ്റ്റേറ്റ് ഷൂട്ടിങ്ങിൽ 4 ഗോൾഡ് മെഡൽ നേടിയ ആദ്യ വ്യക്തി കൂടിയാണ് അജിത്ത്. ശ്രീ അജിത് കുമാർ സാറിന് GPS മീഡിയയുടെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു.